അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. അത് പരാതിയിൽ കൊടുക്കും. മാത്രമല്ല, ഈ അടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഈ വിവരങ്ങളും അടുത്ത ദിവസം തന്നെ, ഇന്നോ നാളെയായിട്ടോ, അതും പരാതിയുടെ ഭാഗമായിട്ട് വെക്കും. അവിടെ പോകാതെ നേരെ കോഴിക്കോട് എത്തിയൊരു ചേട്ടാ, എൻ്റെ മനസ്സിൽ CT സ്കാനൊന്നുമില്ല. എനിക്ക് മൂക്കിന് പരിക്കേറ്റു ചോര വന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അപ്പം ആലോചിച്ചതും ഇവിടെ ഇതിൻ്റെ പേരിലൊരു സംഘർഷവും ബഹളം ഉണ്ടാവാതെ ഇതങ്ങ് പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരുക എന്നുള്ള പ്ലാനാണ്. ഇന്നലെ എന്തിനാ സിറ്റി പോലീസ് കമ്മീഷണറെ നേരെ അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്? പോലീസല്ലേ, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളല്ലേ. ഇനിയിപ്പോൾ ആശുപത്രിയിൽ എവിടെ, ഒരു സെക്കൻഡ്, ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടത് എന്നുള്ളത് ഇപ്പോൾ CPM-ന്റെ ഡയറക്ഷന് കാത്തിക്കാൻ പറ്റും? AKG സെന്ററിന് ഞാൻ ചോദിക്കുന്നത്, ഒരാളുടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ഒരു എങ്ങനെ എനിക്ക് എന്നെ പറയേണ്ട വാക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഡയറക്ഷൻ, ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം. പിന്നെ അനസ്തീഷ്യനിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത് മീശ പഠിക്കണോ താടി പഠിക്കണോ, അതും പിന്നെ പോരാളി ഷാജിയാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് എനിക്ക് അവരുടെ സൈബർ സഖാക്കളുടെ അത്ര ഇടപെടൽ ഞാൻ അതിനകത്ത് പറഞ്ഞു. പക്ഷെ LDF-ന്റെ കൺവീനർ എന്നിട്ട് ചോദിക്കുകയാണ്, മൂക്ക് പൊട്ടിയ വർത്താനം പറയാൻ പറ്റുമെന്ന് LDF-ന്റെ കൺവീനർ ചോദിക്കുമ്പോൾ ഞാൻ അതിന് വേറെ തരത്തിൽ മറുപടി പറയുന്നില്ല. എനിക്ക് ഒറ്റ ചോദ്യം, അദ്ദേഹം ജയരാജേട്ടൻ്റെ പണ്ടത്തെ ക്ലെയിമിനെ പറ്റി എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പിന്നെ ചോദിക്കാനുള്ളൂ. എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചൂടെ, ഇവിടെ ആശുപത്രി കാണിച്ചൂടെ, താടി പഠിച്ചൂടെ, മീശ പഠിച്ചൂടെ? എനിക്ക് ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അവർ വിഡ്ഢിത്തം പറയുന്നതാണെന്നല്ല കേട്ടോ ഞാൻ ധരിക്കുന്നത്. അവർ ബോധപൂർവം പറയാം. അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ മാത്രമല്ല, കുറേ വാർത്തയും സ്പേസും ഇതൊക്കെ മാറി ചർച്ച. ഇപ്പം താങ്കൾ തന്നെ എത്ര നേരമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി ചോദിക്കുന്നതല്ല. അല്ല, ഞാൻ പറയപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു ആശുപത്രി, ഇപ്പം അവിടുന്ന് ഒരു പരിക്ക് പറ്റി, ഇപ്പം ഒരു നല്ല ആശുപത്രിയിലേക്ക് ഇത് കാണിക്കണം എന്ന് ആഗ്രഹിച്ച് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക. അങ്ങനെ പോരും ഇവിടെ വന്നിട്ട് കാണിക്കുക. ഹരിപ്രസാദ് DSP പോയി അങ്ങോട്ടല്ലേ അതേ ആശുപത്രിയിലേക്ക്. അയാൾക്ക് അവിടുന്ന് വരുന്ന വഴിക്ക് ഏതെല്ലാം ആശുപത്രി കാണിച്ചുകൂടായിരുന്നു? അല്ലാതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലത്തെ പിണറായി വിജയൻ പോയത് അമേരിക്കയിലല്ലേ? അല്ല, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അദ്ദേഹത്തിന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ അവൻ സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നില്ല, എന്നാൽ പിന്നെ ചെലവ് സർക്കാർ, ഇപ്പം ഇവൻ MP ആയതുകൊണ്ട് അതിൻ്റെ ചിലവ് നമ്മൾ താങ്ങണ്ടേ? വേറൊരു പ്രചരണം. പിന്നെ അടുത്ത പ്രചരണം നടക്കുക, അവന് സർക്കാർ ആശുപത്രി ചികിത്സിച്ചാൽ പോരാ. ഞാൻ കുറച്ച് 1-2 വർഷമായിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചികിത്സാ ചെലവ് അതിലേക്ക് ഞാൻ മാറ്റി. ഇനിയിപ്പം നാളെ എനിക്കിത് സർക്കാരിൽ നിന്ന് ചികിത്സാ ചെലവ് വാങ്ങേണ്ടി വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഈ കാര്യത്തിന് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലേക്ക് അത് മാറ്റിയിട്ടില്ല. അത് കാണിച്ചു ലേറ്റായിട്ട് വന്ന നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി വൈകി. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതും അതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ ആളുകളോട് കാണിച്ചു. ഇനി ഒരു കാര്യം ആലോചിക്കുക, ഇത്രയും വലിയ സംഘർഷവും പരിക്കും ഏറ്റു, എന്നിട്ടും അവിടെ ഇന്നലെയൊക്കെ നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നോ? അതെന്താ നടക്കാത്തത്? അത് നടക്കാത്തതിൻ്റെ കാരണം ഞാൻ അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾ അതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ കേട്ടല്ലോ, ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളിത് പിരിഞ്ഞു പോകണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇതിൻ്റെ പിന്നിൽ അജണ്ട വേറെയാണ്, ഇത് ശബരിമല കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ പൊളിറ്റിക്കലി ലീഗലി നമ്മൾ നേരിടും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കേണ്ടത് ഒരാൾക്കൂട്ടമല്ല, ഇത് UDF-ന്റെ പ്രവർത്തകരാണെങ്കിൽ ഇതിൻ്റെ ഒരു നേതൃത്വമുണ്ട്, ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ ഇൻസിഡൻ്റ് ഉണ്ടായ ശേഷവും ഒരു പോലീസുകാരനെ പോലും പരിക്കേൽക്കാതെ അവിടെയുള്ള 100 കണക്കിന് പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം വയലൻസിൻ്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ട കാര്യമില്ല. MP-ക്ക് പരിക്കേറ്റു, പ്രവർത്തകൻ്റെ കണ്ണേറിൽ പ്രതികരിക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് പലരും ചെയ്യുന്ന പോലെ മാറി നിന്നാൽ മതി. പക്ഷെ പിരിച്ചുവിടുന്നവർ ഞങ്ങൾ മാറി നിന്നിട്ടില്ല. 1, 2,
ഞാൻ ചെന്നിട്ടാണ് അവിടെ മുഴുവൻ സംഘർഷം ഉണ്ടായെന്നാണ് ചില നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാരുടെ തിരക്കഥ. അതിൻ്റെ തലേ ദിവസം ഉണ്ടായ സംഘർഷങ്ങൾ താങ്കൾക്ക് പേരാമ്പ്രയിലെ പത്രപ്രവർത്തകർ എന്ന നിലക്ക് ചോദിച്ചാൽ അറിയാവുന്നതാണല്ലോ. ഞാൻ അവിടെ ചെന്നിട്ടാണോ അവിടെ പോലീസിൻ്റെ 5-6 റൗണ്ട് ഇഞ്ചോടിഞ്ച് പേരാമ്പ്രയിൽ സംഘർഷം ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് തൊട്ടടുത്ത ദിവസം വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്ത ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്നിട്ടാണോ? ഞാൻ അവിടെ ചെന്ന ശേഷം വയലൻസ് എസ്കലേറ്റ് ചെയ്തിട്ടില്ല. പോലീസാണ് ഉണ്ടാക്കിയത്. അതാണ് റൂറൽ SP പറഞ്ഞത് മാത്രം അതിന് മറുപടി. പോലീസ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ കൂടുതൽ ഒരു മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആളില്ലേ കഴിയുന്നത്? ഞങ്ങളെ സമരം പ്രഖ്യാപിക്കും, തീർച്ചയായും പ്രഖ്യാപിക്കും. ഇപ്പോൾ കൂടുതൽ തെളിവ് പുറത്തു വന്നിരിക്കല്ലേ. ഇനി ഞങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് ആവശ്യപ്പെടും. ഞങ്ങൾ ആവശ്യങ്ങൾ അത് UDF ആലോചിച്ച് ഞങ്ങൾ നാളെ അറിയിക്കും. ഞാൻ ICU നിന്ന് മാറി പിറ്റേ ദിവസം രാത്രി വൈകി മാറി റൂമിലേക്ക് വന്നു. അവിടെ എന്തോ പ്രൊസീജിയറോ സാധനം എനിക്ക് രാവിലെ ചെറിയൊരു ഇതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് വന്നിട്ട് പറഞ്ഞപ്പോൾ 2 മണിക്ക് കാണാം, ഇതൊന്ന് കഴിഞ്ഞാൽ 2 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ, പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ പോലീസിനെ എന്നെ കാണാനാണെങ്കിൽ വേണം എന്നുള്ളതാണെങ്കിൽ അതിനെന്തെല്ലാം മാർഗങ്ങൾ ആശുപത്രിയിലുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ എത്ര ആൾക്കാരെ വീട്ടിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കാനൊക്കെ ഇറങ്ങിയ പോലീസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നല്ലോ. ഇവിടുത്തെ പോലീസ് കുറച്ചായിട്ട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. ഇപ്പം ഇങ്ങനത്തെ സംഘർഷങ്ങൾ മാത്രമല്ല, ഇപ്പം കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അവസാനം ചെന്ന് നിന്നത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിലാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ അന്വേഷണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാത്തത്? ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നിട്ടാണ് അത്രയെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നത്.